ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പിങ്കി ആ ബാത്ത് ടബിൽ ഇരുന്ന് തലയിലൂടെ ഷവറിൽ വെള്ളമൊക്കെ ഒഴിച്ചിരുന്ന് ഇങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആലോചിക്കുക. പാവം നമ്മുടെ അർജുനാണെന്നുണ്ടെങ്കിൽ അവിടെ ആ കട്ടിലിൽ ഇങ്ങനെ ഇരുന്നുറങ്ങുന്നു. ഈ സമയം അന്ന് മുരുടേശ്വരത്ത് വെച്ചോ മറ്റെവിടെയൊക്കെയോ വെച്ചൊക്കെ നമ്മുടെ പിങ്കിയും ഗൗതവും കാണുകയും പ്രണയത്തിലാവുകയൊക്കെ ചെയ്തിരുന്നല്ലോ. ആ കാര്യങ്ങളും പിന്നെ അവർ രണ്ടുപേരും കൂടി 2 ദിവസമോ പരിചയപ്പെട്ട് സംസാരിച്ചുള്ളെങ്കിലും ഓരോ ആയുസിൻ്റെ ഇഷ്ടവും അല്ലെങ്കിൽ ആ ഒരു പ്രണയവും ഒക്കെ പിങ്കിക്ക് ഗൗതത്തിനോടുണ്ട്. ആ ഒരു ഇഷ്ടത്തോടു കൂടി നമ്മുടെ പിങ്കി ഗൗതത്തിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുക. അത് കഴിഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് പെട്ടെന്ന് ആ ഒരു വയ്യാഴിക, കാരണം അത്രയും പ്രഷറായിട്ട് ശരീരം മുഴുവനും രക്തം തിളയ്ക്കുന്നത് പോലെ തിളച്ചു മറിയുകയായിരുന്നു. രക്തരക്ഷസിനെ പോലെ തുള്ളി ഉറഞ്ഞുകൊണ്ടാണ് പിങ്കി ആ കോലാഹലം മുഴുവൻ ഇന്ത്യവരത്തി കാട്ടിക്കൂട്ടിയത്. അവിടെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മുടെ നന്ദ അങ്ങനെ ആ കാട്ടായവും കോപ്രായവും എല്ലാം കാണിച്ച് മുറിയിൽ പോയി വെള്ളത്തിൻ്റെ ചുവട്ടിലിരുന്ന് തലയിൽ നിറയെ വെള്ളവും വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് പനിയും പിടിച്ചു. അപ്പം നന്ദയോട് ആ ഒരു വലിയ ക്രൂരത കാണിച്ചതിന് പിങ്കിക്ക് കിട്ടാനുള്ള ശിക്ഷ കിട്ടി. പക്ഷെ അപ്പോഴും ഒന്നിനും ആരോടും ഒരു പ്രശ്നത്തിനും പോകാത്ത, അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് പോലും മറ്റൊരാളെ നോവിക്കണമെന്ന് ആഗ്രഹിക്കാത്ത പാവം നമ്മുടെ അർജുൻ അത് കാണേണ്ടിയും കേൾക്കേണ്ടിയും വന്നു. കാരണം പിങ്കിക്ക് പനി പിടിച്ചിട്ട് പിങ്കി ആണെങ്കിൽ ഇങ്ങനെ തളർന്ന് ബാത്റൂമിൽ ഇങ്ങനെ കിടക്കുക. അപ്പോഴേക്കും കുറേ നേരമായിട്ടും പിങ്കി വരാതെ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ അർജുൻ ചെന്ന് ഡോറിൽ ഇങ്ങനെ മുട്ടി നോക്കി, പിങ്കി എന്ന് വിളിച്ച്. ആ സമയം ഡോർ ലോക്കായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അകത്ത് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ പിങ്കി അങ്ങനെ തളർന്ന വാത്തടുപ്പിൽ കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോഴേക്കും നമ്മുടെ അർജുൻ എന്ത് ചെയ്തു, പിങ്കിയെ വാരി എടുത്തുകൊണ്ട് കട്ടിലയിൽ കിടത്തി നോക്കിയപ്പോൾ പൊള്ളുന്ന പനിച്ച് വിറച്ചിങ്ങനെ കിടക്കുന്ന പിങ്കിയെ കണ്ടപ്പോൾ പാവം അർജുന് സഹിച്ചില്ല കേട്ടോ. അപ്പോൾ ഈ തൊട്ട് മുമ്പ് താഴെ നടന്നതൊന്നും നമ്മുടെ അർജുൻ അറിഞ്ഞിട്ടില്ല. അതാണ് വാസ്തവം. അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കിയെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. അത് വേറൊരു സത്യം. അപ്പോഴേക്കും പിന്നെ അവിടെ നിന്നൊരു തുണിയൊക്കെ എടുത്ത് നനച്ച് നെറ്റിയിലൊക്കെ ഇട്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ പിങ്കിക്ക് കാവലിരിക്കുമ്പം ആ മനുഷ്യൻ്റെ മനസ്സിനെ കീറി മുറിക്കുന്ന രീതിയിൽ ഗൗതം എന്നിട്ടിട്ട് പോവല്ലേ ഗൗതം എന്ന് വിളിച്ചുകൊണ്ട് ഈ പിച്ചും പേയും കിടന്ന് വിളിച്ചു പറയാം. അപ്പോൾ പനിയാണല്ലോ, മൂത്ത പനിയാണ്. അപ്പോൾ ആ പിച്ചും പേയും ഒരു പക്ഷേ പിങ്കി അഭിനയിക്കുന്നതാകാം. പിങ്കി ആരാ, പൊന്നുമോള്. ഇതൊന്ന് അർജുനെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള വേഷം കെട്ടാകാം ഒരു പക്ഷേ നിലവിൽ എന്തായാലും പനിയുള്ളതുപോലെയാണ് പിങ്കി കാണിക്കുന്നതൊക്കെ. എന്നിട്ട് എന്നെ ഉപേക്ഷിക്കല്ലേ ഗൗതം, എന്നെ ഉപേക്ഷിച്ച് പോവല്ലേ ഗൗതം, എന്നെ മറന്ന് നീ നന്ദയ്ക്ക് സ്വന്തമായി ഗൗതം ആയില്ലേ ഗൗതം, എന്തിനാ ഗൗതം എനിക്ക് തന്ന വാക്കൊക്കെ നീ തെറ്റിച്ചില്ലേ ഗൗതം. ഇതൊക്കെ ഈ പിങ്കി പിച്ചും പേയുമായിട്ട് വിളിച്ചു പറയാം. പാവം നമ്മുടെ അർജുൻ്റെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി. അർജുനാണെങ്കിൽ അതെല്ലാം കേട്ട് നെഞ്ചു പൊട്ടുന്ന വേദനയോട് ആരോടെങ്കിലും പറയാൻ പറ്റുമോ അതിന്? അപ്പോൾ നെഞ്ചു പൊട്ടുന്ന വേദനയോട് ഇതൊക്കെ കേട്ട് ഇങ്ങനെ കണ്ണടച്ച് നിന്ന് കരയുക. കരഞ്ഞു തീർക്കാനല്ലാതെ ഒരക്ഷരം പോലും മിണ്ടാനായിട്ട് കഴിയുമോ? ഇല്ല. ഭാര്യയ്ക്ക് സ്വന്തം ചേട്ടനോട് പ്രണയമാണെന്നോ അല്ലെങ്കിൽ ആ മനുഷ്യനോട് കാമഭ്രാന്താണെന്നൊക്കെ വിളിച്ചു പറയാൻ പറ്റുമോ? പറ്റില്ല. പാവം നമ്മുടെ അർജുൻ ആ മുറിയിൽ ഉരുകി തീരുകയാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ നമ്മുടെ പിങ്കി പനിച്ചു വിറച്ച് പിച്ചും പേയും വിളിച്ചു പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് എന്താ പറയുന്നത്, അർജുൻ്റെ സമനില തെറ്റിപ്പോയി. ഞെട്ടൽ മാറാതെ നമ്മുടെ അർജുൻ ഇങ്ങനെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദയാണെങ്കിൽ ഇതിനെല്ലാം വലിയടായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. മുറിയിൽ ചെന്ന് നമ്മുടെ നന്ദ ഡ്രസ്സൊക്കെ മാറി തൻ്റെ അച്ഛൻ്റെ ഫോട്ടോയും എടുത്ത് കയ്യിൽ പിടിച്ചിങ്ങനെ വിങ്ങി പൊട്ടി കരയുക. കാരണം തൻ്റെ ജീവിതത്തിൽ താനും തൻ്റെ ഭർത്താവും ഒന്നായ നിമിഷം അവരെ കത്തിച്ച് കളഞ്ഞതിന് തുല്യമായൊരു പ്രവൃത്തിയാണ് പിങ്കി ചെയ്തത്. ആ ഒരു ദ്രോഹം പിങ്കി ചെയ്യുകയും ചെയ്തു. അതിനു മുമ്പ് നമ്മുടെ ഗൗതം അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. അതാണ് നന്ദയ്ക്ക് വേഗം ടെൻഷനായത്. നന്ദ ആ ഒരു ടെൻഷനിൽ അച്ഛൻ്റെ ഫോട്ടോ എടുത്ത് പിടിച്ചിങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലക്ഷ്മി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ലക്ഷ്മി കയറി വന്നു കഴിഞ്ഞപ്പോൾ നന്ദ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ മോളെ, ഗൗതം എവിടെ പോയതാണെന്ന് ചോദിച്ചപ്പം ഇന്ന പോലെ സാറ് വിളിച്ചിട്ട് പോയതാണ്, എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല എന്ന് നന്ദ പറഞ്ഞു. അറിയില്ല എന്നോ? മോൾ എന്താ ഈ പറയണത്? ഇന്നത്തെ ദിവസം എന്തിനാ അവനെ മോള് പറഞ്ഞു വിട്ടതെന്ന് ലക്ഷ്മി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വിട്ടതല്ലമ്മേ, സാറ് പോയതാണ്, സാറിനോട് അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞതാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. സാറ് പെട്ടെന്ന് വരാമെന്നും പറഞ്ഞാൽ പോയിരിക്കുന്നതെന്ന് പറഞ്ഞു. എങ്കിലും പിങ്കി ചെയ്തതിൽ മോൾക്ക് ഒരുപാട് വേദനയുണ്ടെന്ന് അമ്മയ്ക്കറിയാം. എൻ്റെ മോളത് ക്ഷമിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. പിങ്കിയുടെ സ്വഭാവം മോൾക്ക് അറിയാവുന്നതല്ലേ. എന്നാലും എന്തൊരു കഷ്ടമാണ്. ഇന്നത്തെ ദിവസം അവൻ പോയത് ഒട്ടും ശരിയായില്ല. ഇന്നേ ദിവസം മോൾക്കൊപ്പം അവൻ വേണ്ടിയിരുന്നതല്ലേ. ഒരാഴ്ചയെങ്കിലും ലീവ് എടുക്കാൻ അവനോട് പറയാമായിരുന്നു. ഇതിപ്പോൾ എവിടെ പോയതാ, എന്തിനു പോയതാ, എവിടെയാണ് ഉള്ളത്, ഇതൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ ഗൗതത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ റിംഗ് ഉണ്ടെങ്കിലും കോൾ എടുക്കുന്നില്ല. അപ്പോൾ എന്തോ ഒരു എമർജൻസി കേസായിട്ടാണ് ഗൗതം പോയതെന്നുള്ള കാര്യം നന്ദയ്ക്ക് മനസ്സിലായി. അപ്പോൾ നന്ദ ഇരുന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മി ആണെങ്കിൽ സമാധാനിച്ച് തൊട്ടരികിലുണ്ട് താനും. ലക്ഷ്മി പറയുന്നുണ്ട്, മോള് വിഷമിക്കേണ്ട, ഗൗതം വേഗം തന്നെ വരുമെന്ന്. പക്ഷെ നന്ദയ്ക്ക് ആ ഒരു എന്താ പറയുന്നൊരു വേദന, ആ വിങ്ങൽ
നന്ദയ്ക്കങ്ങ് മറക്കാൻ കഴിയുന്നില്ല. കാരണം പിങ്കി കാണിച്ചു കൂട്ടിയ വൃത്തികേട് നന്ദയുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇരച്ചു കയറി വന്നുകൊണ്ടേയിരിക്കുക. നന്ദയാണെങ്കിൽ ഇങ്ങനെ മാനസികമായിട്ട് തകർന്നിരിക്കുവാണ്. ആ സമയത്താണ് നമ്മുടെ ലക്ഷ്മി സമാധാന വാക്കുകളും ഒക്കെ ആയിട്ട് ചെല്ലുന്നത്. അപ്പോൾ ഗൗതം തൊട്ടരികിലുണ്ടെങ്കിൽ നന്ദയ്ക്ക് അത്രത്തോളം സങ്കടം ഉണ്ടാകാനുള്ള വഴിയൊന്നുമില്ല. പക്ഷേ ഇതിപ്പോൾ ഗൗതം വീടിൻ്റെ പടി ഇറങ്ങി പോവുകയും അവളെല്ലാം കൂടെ വാരിയിട്ട് കത്തിക്കുകയും കൂടെ ചെയ്തപ്പോഴേക്കും ആകെ സീനായില്ലേ കാര്യങ്ങൾ. അങ്ങനെ ആകെ സങ്കടപ്പെട്ട് നമ്മുടെ നന്ദ ഇരിക്കുന്നു. എന്തായാലും ഗൗതം എവിടെ പോയതാണെന്ന് ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് അറിയാനുള്ള വഴികളൊന്നുമില്ല. വലിയൊരു ആപത്തിൽ നിന്നും 2 ജീവനുകളെ രക്ഷിക്കാനായിട്ടുള്ള പോക്കാണ് നമ്മുടെ ഗൗതം പോയിരിക്കുന്നത്. അതും കാര്യങ്ങളൊക്കെ വഴിയേ വരുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു വിഷയവും കാര്യങ്ങളുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഈ സമയത്ത് പിങ്കി അവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് കണ്ടു കഴിഞ്ഞ് നമ്മുടെ അർജുന് സമനില തെറ്റി. ശരിക്കും ഒരു ഭ്രാന്തനെ പോലെ ഇനിയും അവിടെ നിന്നിട്ട് കാര്യമുണ്ടോ എന്ന് പോലും അർജുൻ ചിന്തിച്ചു പോകുന്ന ഒരു അവസ്ഥ. അത്രത്തോളം വൈകാരികമായിട്ടാണ് പിങ്കി അവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ പിങ്കിയുടെ മനസ്സിലിരിപ്പ് മുഴുവനും നമ്മുടെ അർജുൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പിങ്കിയുടെ മനസ്സിലിരിപ്പ് തിരിച്ചറിഞ്ഞിട്ട് ഇവളുടെ കൂടെ ജീവിക്കാൻ നമ്മുടെ അർജുൻ തയ്യാറാകാൻ 100% സാധ്യതയില്ല. ആ ഒരു പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അവരുടെ മുറിയിൽ ഇങ്ങനെ കണ്ണുനീരും കയ്യുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് മോഹിനിയും പവിത്രയും ലക്ഷ്മിയും എല്ലാവരും കൂടെ ചേർന്ന് പിങ്കിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അപ്പോഴേക്കും പിങ്കിയുടെ സമനില തെറ്റിയതിനെ പറ്റിയും അതുപോലെ പിങ്കിയുടെ ആ ഒരു ചിന്താഗതികളെ പറ്റിയൊക്കെ അരുന്ധതി അവിടെ ഇരുന്ന് ഇവരോട് ഘോരം ഇരുന്ന് പ്രസംഗിക്കുക. അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ മര്യാദയാണെന്ന് തോന്നുന്നുണ്ടോ? അർജുനെങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്തൊക്കെയാണെന്ന് ഏട്ടത്തി ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ലക്ഷ്മി. അപ്പോൾ ഇന്നലെ രാത്രി പിങ്കി ചേച്ചി അവരുടെ ശാന്തി മുഹൂർത്തം മുടക്കാൻ വേണ്ടിയിട്ട് ആ പാലെൻ്റെ കയ്യിൽ തന്നു വിട്ടതല്ലേ? അപ്പോൾ അതിൻ്റേതായിട്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചതല്ലേ? ഇതൊക്കെ ചോദിച്ച് നമ്മുടെ പവിത്രയും കൂടെ തന്നെയുണ്ട്. എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളും സിറ്റുവേഷനുകളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് നാളത്തെ സൂപ്പർ ഹിറ്റ് കഥ വരുന്നുണ്ട്. ഏതായാലും ഗൗതം മണിയറയിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്, ശാന്തി മുഹൂർത്തം കഴിഞ്ഞ് ഇറങ്ങിപ്പോയതാണ്. ആ ഗൗതത്തിന് എന്തു പറ്റിയെന്നറിയാതെ നമ്മുടെ നന്ദയ്ക്ക് ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങാത്തൊരവസ്ഥയിലാണ് നന്ദ റൂമിലിരിക്കുന്നത്. ഈ സമയം 2 പെണ്ണുങ്ങളും വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നു. പിങ്കി പനിച്ചു വിറച്ച്, പിങ്കിയുടെ അഹങ്കാരം കൊണ്ട് വന്നതാണ് അതങ്ങനെ. ആ സമയത്ത് നന്ദയാണെങ്കിൽ തൻ്റെ പ്രിയതമനെ ഒരു നോക്ക് കാണാൻ അല്ലെങ്കിൽ ഒന്ന് വിളിച്ചാൽ കോൾ എടുക്കാൻ ആ ഒരു ഇത് പ്രതീക്ഷിച്ചങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങളും കഥാസന്ദർഭങ്ങളും മാറിയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ? അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയോടെ നിർത്തുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈസിയായി കാണാനും കഴിയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന, നമ്മുടെ ചാനലിനെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ. ഗുഡ് നൈറ്റ്.